നമസ്കാരം. യുഎഇയിലേക്ക് തൊഴിൽ തേടുന്നവർ എപ്പോഴും ആ രാജ്യത്തെ തൊഴിൽ നിയമം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പല അബദ്ധങ്ങളിലും പോയി ചാടിയേക്കാം. നാട്ടിൽ നിന്ന് യുഎഇയിലേക്ക് ജോലിക്കായി പോകുന്നവരിൽ മിക്കവരും തങ്ങളുടെ കയ്യിലെ പണം ചെലവാക്കിയാണ് ജോലിയിൽ പ്രവേശിക്കാറുള്ളത്. എന്നാൽ നിയമപ്രകാരം ഒരാളെ ജോലിക്ക് എടുത്താൽ ആ കമ്പനിയുടെ ഉടമയാണ് ജീവനക്കാരന്റെ വിസ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെലവുകളെല്ലാം വഹിക്കേണ്ടത്. ഇങ്ങനെ ചെലവുകൾ ഉടമ തന്നെ നോക്കിയാലും ആ തുക പിന്നീട് ശമ്പളത്തിൽ നിന്ന് ഈടാക്കുന്നത് കാണാറുണ്ട്. ശരിക്കും തൊഴിലുടമകൾ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് വിസ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെലവുകൾ ഈടാക്കുന്നത് അനുവദനീയമാണോ? 2021 ഫെഡറൽ ഡിക്രി നിയമം നമ്പർ 33 ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യുഎഇയിലെ പുതിയ തൊഴിൽ നിയമത്തിലെ 6-ാം ആർട്ടിക്കിൾ അനുസരിച്ച് ഒരാളുടെ തൊഴിൽ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും തൊഴിലുടമയാണ് വഹിക്കേണ്ടത്. ഇതിൽ റിക്രൂട്ട്മെന്റ് ഫീസ്, യാത്രാ ചെലവുകൾ, വിസ ഇഷ്യൂ ചെയ്യാനുള്ള ചെലവ്, മെഡിക്കൽ പരിശോധനകൾ, ജീവനക്കാരന്റെ റെസിഡൻസി പെർമിറ്റ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ജീവനക്കാരുമായി കരാർ ഒപ്പുവെക്കുന്ന തൊഴിലുടമ ഈ ചെലവുകളെല്ലാം പൂർണ്ണമായും വഹിച്ചിരിക്കണം. പുതിയ ജീവനക്കാർക്കായിട്ടുള്ള യുഎഇ മാനവ വിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ നൗ യുവർ റൈറ്റ്സ് എന്ന ഗൈഡ് അനുസരിച്ച് റിക്രൂട്ട്മെന്റ് ചെലവുകളെല്ലാം തൊഴിലുടമ വഹിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്നുണ്ട്. ജീവനക്കാരന്റെ മാതൃരാജ്യത്തിലെ അംഗീകൃത റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് നൽകുന്ന ഫീസും യുഎഇയിൽ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങളുടെ ചെലവുകളുമെല്ലാം ഇതിൽ വരും. നിയമപ്രകാരം ജോലിക്കായി യുഎഇയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജന്റോ തൊഴിലുടമയോ നിങ്ങളുടെ ജോലിയുടെ നിബന്ധനകൾ വ്യക്തമായി വിശദീകരിച്ച് നൽകണമെന്നാണ് പറയാറുള്ളത്. നിങ്ങളുടെ ജോലി സ്ഥലം, ചുമതലകൾ, ശമ്പളം, ആനുകൂല്യങ്ങൾ, ജോലി സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഓഫർ ലെറ്റർ ഒപ്പിടുന്നതിന് മുമ്പ് എല്ലാ നിബന്ധനകളെയും കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായും അറിവുണ്ടായിരിക്കണം. ഇവയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അത് പല പ്രശ്നങ്ങളിലും കൊണ്ടെത്തിച്ചേക്കാം. മാനവ വിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയം നൽകുന്ന സാധുവായ പെർമിറ്റ് ഇല്ലാതെ യുഎഇയിൽ ഒരു ജോലിയും ചെയ്യാൻ അനുവാദമില്ല എന്നോർക്കുക. അതേസമയം തൊഴിൽ നിയമത്തിലെ 43-ാം ആർട്ടിക്കിൾ അനുസരിച്ച് നിങ്ങളുടെ കരാറിൽ സമ്മതിച്ച നോട്ടീസ് പീരീഡ് പൂർത്തിയാക്കാതെ നിങ്ങൾ രാജിവെക്കുകയാണെങ്കിൽ നിങ്ങൾ തൊഴിലുടമയ്ക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. നിങ്ങളുടെ പിരിഞ്ഞുപോക്ക് തൊഴിലുടമയ്ക്ക് നേരിട്ടുള്ള ദോഷം വരുത്തിയില്ലെങ്കിൽ പോലും ഇത് നൽകേണ്ടി വരും. ഇനി പ്രൊബേഷൻ കാലയളവിലാണ് രാജിയെങ്കിലോ? നിങ്ങളുടെ കരാറിൽ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കരാർ ചെലവുകൾ തിരികെ നൽകണമെന്ന് ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് നിങ്ങളോട് പണം ആവശ്യപ്പെടാൻ അനുവാദമുണ്ട്. തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുന്നതിനോ കരാർ ചെയ്യുന്നതിനോ ഉള്ള യഥാർത്ഥ തൊഴിലുടമയുടെ ചെലവുകൾ പുതിയ തൊഴിലുടമ നൽകണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധാരണയുണ്ടെങ്കിൽ അതും പാലിക്കണം. നിങ്ങളുടെ കരാറിൽ അത്തരമൊരു ധാരണയില്ലെങ്കിൽ ഈ ചെലവുകൾ നിങ്ങൾ നൽകേണ്ടതില്ല. എന്നാലും പ്രൊബേഷൻ കാലയളവിൽ നിങ്ങൾ രാജിവെച്ചാൽ ഈ ചെലവുകൾക്ക് നിങ്ങൾ ബാധ്യസ്ഥനാണെന്ന് കരാറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് നിയമപരമായി തന്നെ ആ പണം തിരികെ ഈടാക്കാൻ കഴിയും. നിയമങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.